വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പലപ്പോഴായിട്ട് പരീക്ഷകൾ എന്ന് തുടങ്ങുന്നു എന്ന് പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ എന്ന കാര്യമാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതുപോലെ ജൂൺ മാസത്തിൽ 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഉണ്ടായിരിക്കുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് 2025 ജൂൺ മാസം 11 മുതലാണ് 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 2019 അഡ്മിഷൻ മുതലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല. അതിനുശേഷം ഇത് കൺഫർമേഷനായി നമുക്ക് മുന്നോട്ട് പോവാം. എനിവേ, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അറിവനുസരിച്ച് ജൂൺ മാസം 11-നാണ് 4ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കുന്നത്. ഇനി കേവലം 45 ദിവസമേ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ളൂ, അതായത് 1.5 മാസം. ഈ 1.5 മാസത്തിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ 1.5 മാസം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് പ്ലാനിങ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അതിനിർണായകമായ സെമസ്റ്റർ പരീക്ഷകളാണ് 4, 5, 6 സെമസ്റ്റർ പരീക്ഷകൾ. ഈ സെമസ്റ്റർ പരീക്ഷയിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നതും തോറ്റുപോയാൽ നമ്മൾ 1 വർഷം കൂടി കാത്തിരിക്കേണ്ടതും നമ്മൾ മാത്രമാണ്. ഏതൊരു കാര്യവും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു, ഓക്കെയാണ്. പിന്നെ ബാക്കിയുള്ളത് ഫൈനൽ ടച്ചപ്പാണ്, അഥവാ ഫൈനൽ റിവിഷനാണ്. ഇപ്പോഴെങ്കിലും 4ാം സെമസ്റ്റർ പരീക്ഷയ്ക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകുന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. പഠിക്കാതിരിക്കാൻ നമുക്ക് പല കാരണങ്ങളും ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല, പോർഷൻസ് കംപ്ലീറ്റഡ് അല്ല, നോട്ട്സ് ഇല്ല, സിലബസ് കിട്ടിയിട്ടില്ല, അങ്ങനെ പലതരത്തിലുള്ള എക്സ്ക്യൂസസ് പറയാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ ജയിച്ചു, ഞാൻ മാത്രം തോറ്റു, നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ ജയിച്ചേനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അയവിറക്കാൻ ഇടവരുന്നത്. ആ സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി എക്സ്ക്ലൂസീവ്ലി ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. പല തവണയായിട്ട് പറയുമ്പോൾ നിങ്ങളത് തുടങ്ങണം. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നന്നായി പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിച്ച് അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടൻമെൻറ്റ്, അതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ഡേറ്റുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.